കുറച്ച് നാളുകളായി തന്നെ ബി ജെ പിക്കും മോദിക്കും അനുകൂലമായി സംസാരിക്കുകയാണ് ശശി തരൂർ. ആ ശശി തരൂറിൻ്റെ പിന്തുണയുമായി അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ് സുരേഷ് ഗോപി. ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചില നീക്കങ്ങൾ നടക്കുന്നത്? കേരളത്തിൽ ബി ജെ പിയെ വളർത്താൻ, ബി ജെ പിക്ക് കൂടുതൽ ജനപ്രതിനിധികൾ ഉണ്ടാക്കിയെടുക്കാൻ ഒരു സംശയവുമില്ല. വളരെ കൃത്യമായിട്ട് കേന്ദ്ര നേതൃത്വം, നരേന്ദ്രമോദി, അമിത്ഷായും അടങ്ങുന്ന ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വളരെ കൃത്യമായി പ്രവർത്തിക്കുകയാണ്. അവർക്ക് കോൺഗ്രസ്സിന് വേണ്ട തരൂരിനെ ബി ജെ പിക്ക് വേണം. വളരെ ലളിതമാണ്. സൂത്രവാക്യം വളരെ ലളിതമാണ്. കോൺഗ്രസ്സിന് വേണ്ടാത്ത നല്ല കോൺഗ്രസ് നേതാക്കളെ, ദേശീയവാദികളായ കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയിലേക്ക് സ്വാഗതം. അത് വളരെ ലളിതമായിട്ട് സുരേഷ് ഗോപി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, തരൂർ തീരുമാനിക്കട്ടെ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ വാതിലുകൾ മലർക്ക തുറന്നിട്ടിരിക്കുകയാണ്, തീരുമാനിക്കേണ്ടത് തരൂരാണ്. അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും തീരുമാനമെടുക്കാം. ബി ജെ പിയിൽ സ്വാഗതം. നമുക്കറിയാം, ഈ 2014 ശേഷം നിരവധി കോൺഗ്രസ് നേതാക്കൾ, പ്രമുഖ നേതാക്കൾ ബി ജെ പിയിലേക്ക് വന്നു. യു പിയിലും ഡൽഹിയിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ നമ്മളത് കണ്ടു. അപ്പോൾ സമാനമായിട്ട് കേരളത്തിലും അത് വരേണ്ടതാണ്. പക്ഷേ കേരളത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ നിമിത്തം കോൺഗ്രസ് 2 തവണയായിട്ട് അധികാരത്തിന് പുറത്താണ്. നിയമസഭയിലും ലോക്സഭയിൽ, പാർലമെൻറ്റിൽ 3 തവണയായിട്ട് അധികാരത്തിന് പുറത്താണ്. 3-ാം തവണ ആരംഭിച്ചിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. 11 വർഷമായിട്ട് അധികാരത്തിന് പുറത്ത്. കേരളത്തിൽ 9 വർഷമായിട്ട് അധികാരത്തിന് പുറത്ത്. അങ്ങനെ നിൽക്കുന്ന കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ സ്വാഭാവികമായിട്ടും മറ്റു പാർട്ടികളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് കോൺഗ്രസ്സിനുള്ളിൽ വേണ്ട പരിഗണന കിട്ടുന്നില്ല, അർഹിക്കുന്ന ഗൗരവം കിട്ടുന്നില്ല, അർഹിക്കുന്ന ആദരവ് കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പരാതികളുണ്ട്. ആസാമിൽ എന്തിനാണ് ഹിമന്ത ബിശ്വാസ് കോൺഗ്രസ് വിട്ടത്? അദ്ദേഹം കോൺഗ്രസിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. അവിടുത്തെ ആസാം ഉപമുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് വിടാൻ കാരണം അദ്ദേഹത്തിനോടുള്ള അവഹേളനമാണ്. അത് രാഹുൽ ഗാന്ധിയും ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തിൻ്റെ പരാതികൾ, അദ്ദേഹത്തിൻ്റെ ആവലാതികൾ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങളൊന്നും ചെവിക്കൊള്ളുന്നില്ല. ഒരു പരിധി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇവർ നമ്മളെ അപമാനിക്കുകയാണ്, അവഹേളിക്കുകയാണെന്ന് മനസ്സിലായി. അദ്ദേഹം കോൺഗ്രസ് വിട്ടു. ഇത് തന്നെയല്ലേ എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിരവധി നേതാക്കൾ, യു പിയിലൊക്കെ എത്ര നേതാക്കളാണ് കോൺഗ്രസ് വിട്ടത്? അല്ല, ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ ബി ജെ പിക്ക് അനുകൂലമായി ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഒരു പാർട്ടി മാറ്റം. പക്ഷേ ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോഴും അദ്ദേഹം പറയുന്നത്, ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ ഉറച്ചു നിൽക്കും, എനിക്ക് വേണ്ടി എന്നെ വിജയിപ്പിച്ചത് കോൺഗ്രസ് പ്രവർത്തകരാണെന്നും തുറന്നു പറയുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് എന്താണ്? അദ്ദേഹം ഒരു മാന്യനായതുകൊണ്ടാണ് അത്ര കൃത്യമായിട്ട് പറയുന്നത്. ജയിപ്പിച്ചത് കോൺഗ്രസ്സുകാരാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണെന്നാണ്. തരൂർ പറയാതെ പറയുന്നത്, നമ്മൾ തരൂർ പറയുന്ന വാക്യത്തിൻ്റെ നേരെ വിപരീത ദിശയിലുള്ള കാര്യം കൂടി ഒന്ന് ചേർത്ത് വെച്ചാൽ അത് സത്യമായി. തരൂർ പറയുന്നു, ഞാൻ പാർട്ടി വിടില്ല, എന്നെ ജയിപ്പിച്ചത് കോൺഗ്രസ് പ്രവർത്തകരാണ്, ഞാൻ എന്നും ഒരു കോൺഗ്രസ്സുകാരനായി നിൽക്കും എന്ന് വെച്ചാൽ അത് തരൂരിൻ്റെ ആഗ്രഹവും കൂടിയാണ്, എന്നും കോൺഗ്രസ്സുകാരനായി നിൽക്കണം. ഇപ്പുറത്തെന്താ? എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണ്, എന്നെ അവഹേളിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണ്, അവർ ഈ രാഷ്ട്രവിരുദ്ധരാണ് എന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ നേതൃത്വം ദേശീയവാദത്തിനോട് യോജിക്കുന്നില്ല, ദേശീയവാദമല്ല അവരുടെ മുഖമുദ്ര എന്നല്ലേ തരൂർ പറയുന്നത്, പറയാതെ പറയുന്നത്? ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ വിഷയങ്ങൾ, ഇതൊക്കെ വിവാദമാക്കേണ്ട വല്ല കാര്യമുണ്ടോ? എത്ര കോൺഗ്രസ് നേതാക്കൾ, എത്ര അസാസുദ്ദീൻ ഒവൈസി, അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസ്, തൃണമൂലിൽ നിന്ന്, DMK-യിൽ നിന്ന് ഒക്കെ കനിമൊഴിയൊക്കെ വന്നില്ലേ? ഇത് ബി ജെ പിക്ക് വേണ്ടിയിട്ടാണോ വന്നത്? അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ മാത്രം ഒരു സൗകര്യത്തിന് അവർ വന്നതാണോ? അല്ല. അത് ഇന്ത്യ എന്നൊരു പൊതുവികാരമുണ്ട്, നമ്മുടെ രാഷ്ട്രം എന്നൊരു ചിന്തയുണ്ട്. ആ ചിന്തയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ തങ്ങളുടെ എന്താ പറയേണ്ടത്, ഇത് സംബന്ധിച്ച നിലപാടുകൾ തീരുമാനിക്കുന്നത്. അവരൊരു നിലപാടെടുത്തു, നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചു, നിരപരാധികളായ 26 മനുഷ്യരെ കൊന്നു, ഇതിന് പകരം ചോദിക്കണം. അത് നമ്മൾ പകരം ചോദിച്ചു. ആ പകരം ചോദിച്ചത് ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താൻ പോയി. ജപ്പാൻ തൊട്ട് അങ്ങ് കിഴക്ക് ജപ്പാൻ തൊട്ട് അങ്ങ് പടിഞ്ഞാറ് അമേരിക്ക വരെയുള്ള എല്ലാ രാജ്യങ്ങളിലും നമ്മൾ പോയി. കൃത്യമായിട്ട് നമ്മുടെ നിലപാട് ബോധ്യപ്പെടുത്തി. അതിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുണ്ട്, BJP യിൽ നിന്നുണ്ട്,
പിന്നെ DMK നിന്നുണ്ട്, തൃണമൂലിൽ നിന്നുണ്ട്, SP നിന്നുണ്ട്, സമാജ്വാദി പാർട്ടിയുടെ ആളുണ്ട്, CPM-ന്റെ ആളുണ്ട്. അപ്പോൾ ഇതൊരു ഒരു കൂട്ടായ്മയാണ്. നോക്കൂ, പ്രതിപക്ഷത്തെ തന്നെ അങ്ങോട്ട് അല്ലെ, എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ശശി തരൂരിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രസ്താവന തന്നെ വന്നിട്ടുണ്ടല്ലോ, രൂക്ഷ വിമർശനമാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്നത്. ശശി തരൂർ മോദി ഭക്തനാണ്, അതോടൊപ്പം തന്നെ ചോറ് ഇവിടെയും കൂറ് BJP-യിലുമാണെന്ന് പറയുന്നു. കാരണം മറ്റൊരു CPM കാരനോ അല്ല ഒരു മുസ്ലിം ലീഗ് പാർട്ടിയിലുള്ള നേതാവ് കോൺഗ്രസിൽ വളരെ പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ മുമ്പ് I ഗ്രൂപ്പിലായിരുന്നു. അന്ന് ലീഡർ K കരുണാകരനെയും അദ്ദേഹത്തിൻ്റെ മകനെയും തലയിലേറ്റി നടന്ന ആളാണ്. അത് കഴിഞ്ഞ് 2004 തെരഞ്ഞെടുപ്പിൽ കൊല്ലം സീറ്റ് കിട്ടാതായപ്പോൾ ഈ തലയിൽ ചുമന്നിരുന്ന കരുണാകരൻ, ലീഡർ കരുണാകരനെയും അദ്ദേഹത്തിൻ്റെ മകൻ മുരളീധരനെയും വലിച്ച് താഴത്തിട്ട് ചവിട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. മുരളീധരനെ കുറിച്ച് അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? മുരളീധരൻ ഒരു സ്ത്രീയായിട്ട് ജനിക്കാതിരുന്നത് ഭാഗ്യം, ജനിച്ചിരുന്നെങ്കിലോ സർവത്ര ആണുങ്ങളും പീഡന കേസിൽപ്പെട്ടേനെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ എന്തെല്ലാം ആക്ഷേപിച്ചു. ഇതേ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മുണ്ട് പിടിച്ചു പറിച്ച് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ മർദ്ദിക്കുന്ന കാഴ്ച കേരളം കണ്ടില്ലേ? അത് വായിക്കിടക്കുന്ന നാക്ക് ശരിയാണോ അല്ലയോ എന്ന് അദ്ദേഹം ചിന്തിക്കട്ടെ, നമുക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ അദ്ദേഹം ശശി തരൂരിനെതിരെ വാളോങ്ങുന്നത് ആരെ തൃപ്തിപ്പെടുത്താനാണ്? കാസർഗോഡുള്ള മുസ്ലിം വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താനാണ്. അദ്ദേഹത്തിന് അറിയാം കാസർഗോഡെന്ന് അദ്ദേഹത്തെ ജയിപ്പിച്ചത് മുസ്ലിം വോട്ട് ബാങ്കാണ്. ഈ മുസ്ലിങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് അവിടെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു. അത് ശരിക്കും ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. നമുക്കറിയാം കരുണാകരൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവ് അവിടുന്ന് എത്ര തവണ MP ആയി എന്നുള്ളത് നമുക്കറിയാം അല്ലേ? 2004 മുതൽ അദ്ദേഹം സ്ഥിരമായിട്ട് പാർട്ടിയുടെ ഗ്രാമങ്ങളായ കയ്യൂരും അതെ എല്ലാം ഈ കാസർഗോഡ് വരുന്നത്. തീർച്ചയായിട്ടും അവിടെ ഈ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ ഒരു കോൺഗ്രസ് നേതാവിനെ 2019 ഉണ്ണിത്താൻ അവിടെ ജയിക്കുന്നത്. ഉണ്ണിത്താൻ ജയിക്കാൻ കാര്യം 1 ശബരിമല വിഷയം, 2 മുസ്ലിം വോട്ട് ബാങ്ക് വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷത്തെ ജയിപ്പിക്കാതെ കോൺഗ്രസ്സുകാരനെ തന്നെ ജയിപ്പിച്ചു. എല്ലാവരും ധരിച്ചിരുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നാണ്. അവർ അതുകൊണ്ട് കോൺഗ്രസ്സിന് പരമാവധി സീറ്റുകൾ നേടിക്കൊടുക്കാൻ അവർ തീരുമാനിച്ചു. കേന്ദ്രത്തിലെ BJP സർക്കാരിനെതിരെ പരമാവധി, അപ്പോൾ കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ അവർക്ക് കിട്ടണം. അങ്ങനെയാണ് അവർ 19 സീറ്റിലും UDF-നെ വിജയിപ്പിച്ചത്. അത് ഈ വർഷവും തുടർന്നു. അതുകൊണ്ട് ആ വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ അവരോട് കടപ്പാടുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താന്. അദ്ദേഹത്തിനെക്കുറിച്ചുള്ളൊരു ആരോപണം BJP-കാർ ഉന്നയിക്കുന്നത് ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് പോകുമ്പോൾ അദ്ദേഹം സ്ഥിരമായിട്ട് നെറ്റിയിൽ കുറിയിടുന്ന ആളാണ്. ആ കുറി മാച്ചു കളഞ്ഞിട്ടാണ് അദ്ദേഹം വോട്ട് ചോദിക്കാൻ പോയത് എന്ന് BJP-കാർ ആക്ഷേപിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചൂട് സമയത്ത് വല്ലാണ്ട് വിയർത്തൊലിച്ചത് പടരുന്നു, ഈ കുറി പടരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറി ഉപയോഗിക്കാത്തത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ശരി തന്നെ. പക്ഷേ ആരെ എങ്ങനെയൊക്കെ പ്രീതിപ്പെടുത്തുന്നു എന്ന് നമ്മൾ രാഷ്ട്രീയത്തിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ. നമ്മളെല്ലാവരും അത്ര ബുദ്ധിയില്ലാത്തവരാണോ? അതുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ തരൂരിനെ കുറിച്ച് പറയുന്നത് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനപ്പുറത്തൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. അത് തരൂരിന് വളമാകുകയുള്ളൂ. ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ എവിടെ നിൽക്കുന്നു, ശശി തരൂർ എവിടെ നിൽക്കുന്നു? അദ്ദേഹം UN-ന്റെ അണ്ടർ സെക്രട്ടറി ജനറൽ പദവിയിലേക്കൊക്കെ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളാണ്, മത്സരിച്ച ആളാണ്. അദ്ദേഹം തോറ്റുപോയി, ശരിയാണ്. പക്ഷെ ഇന്നും അദ്ദേഹത്തിന് അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങളിൽ കിട്ടുന്ന സ്വീകരണം വളരെ വലുതാണ്. നോക്കൂ, കംബോഡിയയിൽ ചെന്ന് അവിടെ നിന്ന് പാകിസ്ഥാൻ അനുകൂലമായിട്ട് അവർ പുറത്തിറക്കിയ പ്രസ്താവന പിൻവലിപ്പിച്ച് അവരെ കൊണ്ട് മറ്റൊരു പ്രസ്താവന ഇറക്കിപ്പിക്കാൻ തരൂരിന് സാധിച്ചു. ചെറിയ നേട്ടമാണോ? രാജ്മോഹൻ ഉണ്ണിത്താൻ തലയും കുത്തി നിന്ന് അങ്ങനെ നടക്കുമോ? സാധിക്കുമോ അദ്ദേഹത്തിനെ കൊണ്ട്? അപ്പോൾ ആള് വില കല്ലു വില, അതൊക്കെ മനസ്സിലാക്കണം. ആ പഴഞ്ചൊല്ലിൽ അർത്ഥമുണ്ട്. ഈ പറയുന്നത് പോലെ തരൂര് ഒരു ദേശീയവാദിയായ ഒരു കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം ഇവിടെ വന്നത്, തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വന്നത് ഇതുപോലെ തനിക്ക് രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കാൻ കഴിയുന്ന കുറേ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകണം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് കോൺഗ്രസ് അദ്ദേഹത്തിന് കാര്യമായ രീതിയിൽ അവസരങ്ങളൊന്നും കൊടുത്തില്ല. കൊടുത്തു, അത് പല കാരണങ്ങൾ കൊണ്ട് അതൊക്കെ തട്ടിപ്പോയി, അല്ലെങ്കിൽ അതൊക്കെ ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. പക്ഷെ അത് കഴിഞ്ഞിപ്പോൾ 3 ടേമായിട്ട് അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുകയാണ്. അങ്ങനെ പ്രതിപക്ഷത്തിരുന്നാൽ മതിയോ?
അപ്പോൾ രാജ്യം അദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യപ്പെട്ടു, അത് അദ്ദേഹം കൊടുത്തു. അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇനി അതിൻ്റെ പേരിൽ തരൂരിനെ കോൺഗ്രസ് പുറത്താക്കിയാൽ അദ്ദേഹം കയ്യും വീശി BJP-യിൽ ചെന്ന് കയറും. BJP-ക്കാർ 2 കൈയും നീട്ടി അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്യും. അതാണ് സുരേഷ് ഗോപി പറഞ്ഞതിനകത്ത് ഇതെല്ലാം ഉണ്ട്. മറ്റു വേറെ പ്രത്യേകിച്ചൊന്നും അതിനകത്ത് നമുക്ക് വായിച്ചെടുക്കേണ്ട കാര്യമില്ല. അതങ്ങ് പൂരിപ്പിച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.